ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അതുമാത്രമല്ല EVS, മാത്സ്, ഇംഗ്ലീഷ് എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർ തീർച്ചയായിട്ടും പോയി കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 2ാമത്തെ യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും മുന്നോട്ട് എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ പേരായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയും മുന്നോട്ട്. അപ്പോൾ ഇവിടെ ഒരു പിക്ചറും തന്നിട്ടുണ്ട്. നമുക്കറിയാം 2018 സംഭവിച്ച പ്രളയം എന്ന മഹാദുരന്തത്തിൻ്റെ ഒരു പിക്ചർ ആവിഷ്കാരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ചിത്രാവിഷ്കാരമാണ് തന്നിട്ടുള്ളത്. അന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് നേരെ പാഠഭാഗം നോക്കാം. ഇതിലെ ആദ്യത്തേത് ആശംസ എന്നുള്ള ഒരു ചെറിയ വൈലോപ്പിള്ളിയുടെ കവിതയാണ് തന്നിട്ടുള്ളത്. പോവുക പേമാരിയും മിടിയും കൂസിടാതെ കാവുകൾ ചൂടുന്നു കാത്തു നിൽക്കായ മോണം എന്നുള്ളതാണ്. പോവുക പേമാരിയും ഇടിയും കൂസിടാതെ കാവുകൾ ചൂടുന്നു കാത്തു നിൽക്കയാ മോണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പേമാരി വന്നപ്പോൾ എന്താണ്, നിങ്ങളൊരു കൂസലും കൂടാതെ നിങ്ങൾ പൊയ്ക്കോളൂ, കാവുകളൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളെ കാത്തിട്ട് എന്ത് നിൽക്കുന്നുണ്ട്, ഓണം നിൽക്കുന്നുണ്ട് എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. ഇനി ഇതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാത്തു നിൽക്കായാം ഓണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് കാത്തു നിൽക്കയാം ഓണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഓണം നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഓണം എന്നുള്ള ആ ഒരു ആഘോഷത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ അനുഭവപ്പെടുന്ന വല്ലാത്ത മഴയും കഷ്ടതകളും അതിജീവിച്ച ശേഷം പ്രകൃതിയും മനുഷ്യരും ഉത്സവ സമയമായ ഓണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതിനെയാണ് കാത്തു നിൽക്കയാം ഓണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വരികളിൽ പ്രതീക്ഷ, പുതുക്കല്, സന്തോഷം, സമൃദ്ധി എന്നിവയുടെ സന്ദേശം കൂടെ നൽകുന്നുണ്ട്. അപ്പം അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. ചേർത്തു പിടിക്കാം എന്നുള്ളതാണ് 1ാമത്തെ പാഠഭാഗമായിട്ട് വരുന്നത്. പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും. ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്തു പിടിക്കണം. അതിനെന്താണ് ആദ്യം വേണ്ടത്? അതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇഷ്ടമെന്ന ഒരു കവിത യാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ ഒരു കുട്ടി പറയുന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇളവെയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അഥവാ ചൂടും ഇഷ്ടമാണ്, നിലാവിൻ്റെ തണുപ്പും ഇഷ്ടമാണ്, മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. കടലും ആകാശവും കണ്ട് എനിക്ക് കൊതി തീരാറില്ല. എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലേ, ആകാശം കണ്ട ആർക്കെങ്കിലും കൊതി തീരോ? ഇല്ല. അതുപോലെ കടൽ കണ്ടാലോ നമുക്കൊരിക്കലും കൊതി തീരാറില്ല. ഇനി കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേന്മഴയാണ്. കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും എന്നാണ് ഈ കുട്ടി പറയുന്നത്. കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക്. ഓരോരുത്തർക്കും അങ്ങനെയാണല്ലേ. കുളത്തിലെ മീനിനെയും അതുപോലെ തന്നെ പൂമ്പാറ്റയെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ്, പഴങ്ങളെ പോലെ എന്നാണ് കുട്ടി പറയുന്നത്. ഇനി അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, കൂട്ടുകാർ, നാട്ടുകാർ, ഇഷ്ടം എല്ലാവരെയും ഈ കുട്ടിക്ക് ഇഷ്ടമാണ്. ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന് ശേഷം ടീച്ചർ നിങ്ങൾക്ക് അനിഷ്ടം എന്ന കഥയിലെ സോനയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സോന എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന ഈ കുട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പ്രവർത്തനം എന്ന് പറയുന്നത് ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നേരെ ഓപ്പോസിറ്റ് സ്വഭാവം ആകുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമല്ലേ. അനിഷ്ടം എന്ന കഥയിലെ സോനയ്ക്ക് തൻ്റെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാകുന്നില്ല. പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ്. മനസ്സില്ലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകാൻ എണീറ്റ് വരുന്ന സോനയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോനയെ സ്വാഗതം ചെയ്യുന്ന കുരുങ്ങിപ്പൂച്ചയോടുള്ള ദേഷ്യവും കുളി കഴിഞ്ഞു വന്നപ്പോൾ ദോശയും ചട്നിയും കാത്തിരിക്കുന്നത് കണ്ടപ്പോഴും അവൾക്ക് കോപവും കലയും അടക്കാൻ കഴിഞ്ഞില്ല.
ഇതിനിടയിൽ അവളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നവരെ പോലും അവൾ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ വിപരീതമാണ് ഇഷ്ടമെന്ന പാഠത്തിലെ കുട്ടി. ചുറ്റുപാടിലെ ഓരോ ചെറിയ കാര്യത്തിലും സന്തോഷം കാണുന്നു. പ്രകൃതിയും മൃഗങ്ങളും കുടുംബവുമായുള്ള ബന്ധത്തിൽ സ്നേഹവും അഭിനന്ദനവുമാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെ ചെറിയതാണെങ്കിലും ഇഷ്ടത്തോടെയും ആസ്വാദനത്തിലൂടെയും ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടതെന്ന വലിയ സന്ദേശം ഇതിലൂടെ നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യം, മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ. ഈ വരികളും പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്തു വായിക്കൂ. കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കാനാണ് പറയുന്നത്. ഇവിടെ പ്രകൃതിയിലെ ചെറിയ ജീവികളെയും ചെടികളെയും പോലും തൻ്റെ കുടുംബാംഗങ്ങളായി കാണുന്ന ഗാന്ധിജിയെയാണ് വള്ളത്തോളിൻ്റെ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന മനസ്സാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ആശയം തന്നെയാണ് ഇഷ്ടമെന്ന പാഠഭാഗവും നമുക്ക് നൽകുന്നത്. മഴയും വെയിലും കാറ്റും നിലാവും ആകാശവും മീനുകൾ പൂക്കൾ കിളികൾ ചിത്രശലഭം തുടങ്ങിയ എല്ലാതും കൂട്ടുകാരും നാട്ടുകാരുമാണെന്നും അതിനെയെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമെന്നുമുള്ള വലിയ ആശയമാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഓക്കെ, അപ്പം അത് രണ്ടും എന്താണോ പറയുന്നത്, സാമ്യമാണോ ഓപ്പോസിറ്റ് ആണോ എന്താണെങ്കിൽ അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട്, ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരക്കാനാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും അല്ലേ. ഇപ്പോൾ പച്ചപ്പുതപ്പണിഞ്ഞ ചേറിൻ്റെ മണമുള്ള പാടവരമ്പിലൂടെ കിളികളോട് കിന്നാരം പറഞ്ഞ് നടക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്ക് വരക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിത്രം വരക്കുക. ഇനി മഴ പെയ്യുന്നത് അല്ലെങ്കിൽ വല്ല കുന്ന് കാണാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ കടൽ കാണാൻ പോകുന്നത് എന്താണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് എഴുതുക. ജസ്റ്റ് ഒരു ചിത്രം കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി ഇതിൽ അടുത്ത പാഠഭാഗമായിട്ട് വരുന്നത് വാവ ജീവനെ കാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്